എല്ലാ ആളുകളും ചോദിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് അമ്മ സംഘടനയിലോട്ട് മമ്മൂക്ക വരാത്തത്. അദ്ദേഹം ഒരു 2 കൊല്ലത്തോളമായിട്ട് അതിലുള്ള ഒരു കാര്യങ്ങൾക്കും അദ്ദേഹം വരുന്നില്ല. പിന്നീട് അമ്മ എന്ന സംഘടന ഇപ്പോൾ ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങളെ നടുവിലാണ്. എന്നും ഓരോ വിവാദങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുകയാണ്. എന്താണ് ഇതിനൊക്കെയുള്ള കാരണം? ഇതെന്താണ് ഇവർ വന്നപ്പോൾ പുതിയ സംഘടന പുതിയ ജനറേഷൻ വന്നപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം? ആരാണ് അമ്മ സംഘടന രൂപീകരിച്ചത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം കാണുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതായത് പഴയ കാലഘട്ടം മലയാള സിനിമയുടെ ഒരു കാലഘട്ടം തന്നെയാണ്. ഈ തുടക്കം ഒരു 70s 80s ഒക്കെ ഒരു കാലത്ത് 80s 90s 90s അല്ല 80s ആ ടൈമിൽ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഈ താഴെക്കിടയിലുള്ള ഒരുപാട് ടെക്നീഷ്യൻസ്, അതുപോലെ തന്നെ മെയിൻ സ്റ്റാർസ് അല്ലാത്ത മറ്റുള്ള സ്റ്റാർസിനും ഇവർക്കൊക്കെ ഒരു ഡിസ്ക്രിമിനേഷൻ, അതായത് ഇവരെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഇവരുടെ താമസത്തിൻ്റെ കാര്യത്തിലും ഒരുപാട് കാര്യത്തിലും ഇവരെ ഒരു അവഗണിക്കുന്നൊരു രീതി ഉണ്ടായി. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു സെറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും സംഘടന ആയിട്ട്, അതായത് അദ്ദേഹം പറയാൻ ഒരു പ്രൊഡ്യൂസർ, അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ആ പ്രൊഡ്യൂസറെ പേരവർ പറഞ്ഞിട്ടില്ല. ഈ പ്രൊഡ്യൂസറെ കാരണത്താൽ ഈ ആളുകൾക്കൊക്കെ ഒരു എന്താ ഒരു ബുദ്ധിമുട്ട്. കാരണം പ്രൊഡ്യൂസർ പറഞ്ഞാൽ എന്താ വെച്ചാൽ വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി, അതായത് അദ്ദേഹം പൈസ മുടക്കുകയാണ്. അപ്പോൾ എന്താണ് എന്തെങ്കിലും ഇപ്പോൾ ഭക്ഷണമായാലും എന്തെങ്കിലും കഴിച്ചാൽ മതി, അല്ലെങ്കിൽ എവിടെയും എന്തെങ്കിലും ചെയ്താൽ മതി, എനിക്ക് എൻ്റെ പണം കഴിയണം, ആ രീതിയിലുള്ള ഒരു പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അവർക്കൊരു സംസാരിക്കാനൊരു സംഘടന ഇല്ലാത്തൊരു ഇഷ്യൂവിൻ്റെ പേരിൽ സുരേഷ് ഗോപിയാണ് അന്ന് പറഞ്ഞത്, നമുക്ക് ഒരു സംഘടന വേണം, നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും പറയാൻ നമുക്കൊരു സംഘടന വേണമെന്ന് പറഞ്ഞിട്ടാണ് അവർ സംഘടന രൂപീകരിക്കുന്നത്. അന്ന് അമ്മ സംഘടന എന്ന പേര് നൽകിയിട്ടില്ല. ആ ഒരു സംഘടന അന്ന് രൂപീകരിക്കാൻ അങ്ങനെ സുരേഷ് ഗോപി മണിയമ്പിള്ള രാജുവിനോട് പറഞ്ഞു. അങ്ങനെ മണിയമ്പിള്ള രാജു ഒക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഗണേഷ് കുമാർ, ഇന്നത്തെ മന്ത്രി, ഇപ്പം മന്ത്രിയല്ല, അദ്ദേഹം മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ ഇവരോട് സംസാരിച്ച് അന്ന് 50,000 രൂപ സുരേഷ് ഗോപി നൽകി, 10,000 രൂപ മണിയമ്പിള്ള രാജു നൽകി, 10,000 രൂപ ഗണേഷ് കുമാർ നൽകി. അങ്ങനെ ഇവർ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അന്ന് മെയിൻ കോഴിക്കോട് കണ്ണൂരൊക്കെ സിനിമ ലൊക്കേഷൻ ഒരുപാടുണ്ടായി. ഇന്ന് മെയിൻ കൊച്ചിയിലേക്ക് മാറി അന്നത്തെ കാലത്ത്. പിന്നെ തമിഴ്നാടും ചെന്നൈയിലും. അപ്പോൾ ഇവർ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ സഞ്ചരിച്ച് എല്ലാ സെറ്റിലും കയറി ഇറങ്ങി എല്ലാ ആർട്ടിസ്റ്റുകളോടും ചോദിച്ചറിഞ്ഞ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്ന് 70-80 ആളുകൾ, കറക്റ്റ് എനിക്കറിയില്ല, അത്ര ആളെന്നെ ഉള്ളൂ ആ സംഘടനയിൽ അന്ന് ചേരാൻ വരുന്നു. അപ്പം അങ്ങനെ ഈ സംഘടനയിലേക്ക് ഒരുപാട് ആളുകളെ അവർ വിളിക്കുന്നു. ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പോലെ 500 സംതിങ് 505 506 ആളൊന്നും വന്നില്ല. അന്ന് 70-80 ആ ഒരു സ്റ്റാർട്ടിങ് ആണ്. അങ്ങനെ ഇന്നാണെങ്കിൽ അത് ചേരാൻ ഏകദേശം 1.5 ലക്ഷം ഉറുപ്പ്യായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക അതിലൊരു മെമ്പർഷിപ്പ് എടുക്കാൻ ക്യാഷ് വേണം. അന്ന് അങ്ങനെയൊന്നും ഇല്ല തോന്നുന്നു. അങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഇവർ നമ്മുടെ മുരളിച്ചേട്ടൻ, മരണപ്പെട്ടു പോയ നടൻ മുരളിച്ചേട്ടനോട് പറഞ്ഞു നമുക്കിതിനൊരു പേര് വേണം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് AMMA അമ്മ എന്ന സംഘടന അദ്ദേഹം ഇട്ട പേരാണ് ഈ അമ്മ സംഘടന എന്ന പേര്. പിന്നീട് ആ ഒരു സംഘടനയിൽ ഒരു നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ, അതായത് ഒരുപാട് ഈ ചാരിറ്റി നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഈ സിനിമ കുറവുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടണം എന്ന രീതിയിൽ അവരൊരു ഫണ്ട് വേണം. അപ്പോൾ അതിനെന്ത് വേണം? ഒരുപാട് പ്രോഗ്രാംസ് സംഘടിപ്പിക്കണം. അപ്പോൾ അതിന് ക്യാഷ് വേണം. അപ്പോൾ അതിന് പ്രൊഡ്യൂസറെ അതിനൊരു സ്പോൺസേഴ്സിനെ കിട്ടി. അങ്ങനെ അവർ തിരുവനന്തപുരം വെച്ച് അവരൊരു പരിപാടി കണ്ടക്ട് ചെയ്ത്. അന്ന് മമ്മൂക്ക ലാലേട്ടനൊന്നും അതിലില്ലാന്നാണ് തോന്നുന്നു. അങ്ങനെ നടത്തി. അവർക്ക് അതിൻ്റെ ഫണ്ട് അതിൽ നിന്നൊരു ഫണ്ട് കിട്ടി. പക്ഷേ അത് നടത്തിയ ഈ സ്പോൺസറിന് നഷ്ടമാണെന്നാണ് മണിയമ്പിള്ള രാജു പറഞ്ഞത്. പിന്നീട് അതിലോട്ട് മമ്മൂക്കയും ലാലേട്ടനൊക്കെ ഇൻക്ലൂഡായി. അവരൊക്കെ സിനിമയിലുണ്ടെങ്കിൽ കൂടിയും അവർ നന്നായി സംഘടനയിൽ സ്റ്റാർട്ടിങ്ങില്ല. പിന്നീട് അവരിതിലൊക്കെ പങ്കെടുത്ത് പിന്നെ ഒരുപാട് പരിപാടികൾ, അതായത് പിന്നെ സ്പോൺസർ, കാരണം മമ്മൂക്ക ലാലേട്ടൻ വരുന്നു പറയുമ്പോൾ ഒരുപാട് സ്പോൺസേഴ്സ് ഇങ്ങനെ വരും.
കാരണം മറ്റുള്ള താരങ്ങൾ വരുമ്പോൾ സ്പോൺസേഴ്സിന് കിട്ടാം. കാരണം ഇവരൊക്കെ സിനിമയിൽ മാത്രം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അഴിഞ്ഞാടുന്ന ക്യാരക്ടേഴ്സാണ് മമ്മൂക്ക, ലാലേട്ടൻ. ഇവർ ഓൺ സ്റ്റേജിൽ വന്നിങ്ങനെ പ്രോഗ്രാം ചെയ്യുമ്പോൾ എല്ലാവർക്കും കാണാനൊരു ക്യൂരിയോസിറ്റി എന്ന സംഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് ആളുകളൊക്കെ ഈ സ്പോൺസേഴ്സ് എടുക്കണം, അതുപോലെ തന്നെ ഇത് വെച്ച് ടിക്കറ്റ് വെച്ച് ഈ പ്രോഗ്രാം കാണാൻ പോയിട്ട് ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ അമ്മയിലോട്ട് ഇങ്ങനെ വന്നു. അതിനുശേഷം പിന്നെയും അവർക്ക് ഈ ഫണ്ട്, കാരണം ഈ പിന്നീട് ആളുകൾ കൂടി, ഒരുപാട് അധികരിച്ച്, അപ്പോൾ പിന്നെ ഫണ്ട് നിർബന്ധം. കാരണം ഇവർക്കൊക്കെ ഒരു ക്ഷേമനിധി എന്ന രീതിയിൽ, പെൻഷൻ എന്ന രീതിയിൽ കൊടുക്കണമെങ്കിൽ അമ്മയിൽ മെയിൻ ഫണ്ട് വേണം. ആ ഫണ്ടിന് വേണ്ടിയിട്ട് പിന്നെ അവർ 2020 എന്നൊരു സിനിമ നിർമ്മിക്കാൻ എന്നൊരു പ്ലാനോടെ നമ്മുടെ മണിയമ്പിള്ള രാജു പറഞ്ഞു. അങ്ങനെയാണ് ദിലീപ് അത് ഏറ്റെടുക്കുന്നതും അദ്ദേഹത്തിന് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ 2020 എന്ന സിനിമ നിർമ്മിക്കുന്നത്. പക്ഷെ അതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകൾക്കൊന്നും ദിലീപ് ക്യാഷ് കൊടുത്തിട്ടില്ല. ജോഷിയാണ് അത് സംവിധാനം ചെയ്തത്. പക്ഷേ അതൊരു റിസ്ക്കാണ്. കാരണം അത്രത്തോളം സ്റ്റാർസ് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഡേറ്റ് കിട്ടണം, അവരെ എല്ലാം ഒത്തൊരുമിക്കണം. പിന്നെ അവർക്കൊന്നും ഒരു ഈഗോ ക്ലാഷ് വരാൻ പാടില്ല. കാരണം അവരൊക്കെ മലയാളത്തിലെ മെയിൻ സ്റ്റാർസ്, മമ്മൂക്ക, ലാലേട്ടൻ, അതുപോലെ തന്നെ ഒരുപാട് സുരേഷ് ഗോപി, ഇവർക്കൊക്കെ ഒരു ഈഗോ ക്ലാഷ് വരാത്ത രീതിയിൽ ആ ക്യാരക്ടറുകളൊക്കെ ഒരു സമന്വയിപ്പിച്ച് ആ സിനിമ വമ്പൻ ഹിറ്റായി. അതിൽ നിന്നും അവർക്ക് ഏകദേശം ഒരു 2 കോടിയോളം ഈ അമ്മയിലോട്ട് കൊടുക്കാൻ പറ്റി. അതൊരു വലിയ കാര്യമായിട്ട് അവർ പറഞ്ഞു. അപ്പം ഇങ്ങനെ പിന്നീട് അവർ അമ്മ ഷോ എന്ന് പറഞ്ഞ് അവർ നമ്മുടെ തിരുവനന്തപുരത്ത് പരിപാടി നടത്തി, അത് വൻ വിജയമായി. പിന്നീട് അവർ ഗൾഫിൽ നടത്തി, അതും വൻ വിജയമായി. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് അവർ നടത്തി. അതിനൊക്കെ നമുക്ക് നല്ല ഫണ്ടും കാര്യങ്ങളൊക്കെ, പിന്നെ അവർക്ക് ഒരുപാട് ഈ എന്താ പറയുക, ഒരുപാട് സ്പോൺസേഴ്സിന് കിട്ടി. അങ്ങനെ അതൊക്കെ ഈ അമ്മയിൽ അത്രത്തോളം വാല്യൂ ഉള്ള മമ്മൂക്ക, ലാലേട്ടൻ ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് കിട്ടുക. അല്ല മറ്റുള്ള താരങ്ങളെ പേര് വെച്ചിട്ടല്ല അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ അവരുടെ പേരൊക്കെ വെച്ച് കിട്ടിയിട്ട് നല്ലൊരു രീതിയിൽ അതായത് ഇന്നസെൻ്റ് പ്രസിഡൻ്റ് ആയിരുന്ന കാലത്ത് മമ്മൂക്ക സെക്രട്ടറി ആയിരുന്നു. അന്നൊക്കെ മമ്മൂക്ക നല്ല ഇൻട്രസ്റ്റ്, കാരണം ഇന്നസെൻ്റ് മമ്മൂക്ക നല്ല ഒരു ഗിവ് ആൻഡ് ടേക്ക്, അവരുള്ളൊരു ബോണ്ടിങ് നല്ലത്. കാരണം മമ്മൂക്ക അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു ഇന്നസെൻ്റ്. അത് നല്ല രീതിയിൽ പോയി. പിന്നീട് മമ്മൂക്ക ഈ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിട്ട് ആ സ്ഥാനം സിദ്ദീഖ് ഏറ്റെടുത്തു. അതിനുശേഷം നമ്മുടെ ഇന്നസെൻ്റ് പ്രസിഡന്റ് സ്ഥാനം മാറി ലാലേട്ടൻ വന്നു. അത് ആ സ്റ്റാർട്ടിങ് ഒന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ലാലേട്ടന് വളരെ ബുദ്ധിമുട്ട്, കാരണം ഒരുപാട് വിവാദവും. ഇടയിൽ ദിലീപിൻ്റെ വിവാദം വന്നതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മൂക്കൊക്കെ അതിൽ നിന്ന് സെക്രട്ടറി സ്ഥാനം ഒഴിവാക്കി. അദ്ദേഹം ഒരു സാധാ മെമ്പർ എന്ന രീതിയിൽ, അദ്ദേഹത്തിന് അങ്ങനെ സ്ഥാനമാനങ്ങളോട് താല്പര്യം, പിന്നെ അദ്ദേഹത്തിന് അതിനുള്ള നേരമില്ല. അത് ഒരുപാട് സിനിമകളും മറ്റു കാര്യങ്ങളായിട്ട് അദ്ദേഹത്തിന് നേരമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അത് മെല്ലെ മാറി നിന്ന്. പിന്നീട് അത് ഈ ലാലേട്ടനും അതുപോലെ ബാബുരാജ്, സിദ്ദീഖ്, ശ്വേതാമേൻ അവരൊരു സംഘടന ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നീട് അതിൽ ഒരുപാട് ഇഷ്യൂസ്, ഹേമ കമ്മിറ്റി, അങ്ങനെ ഇങ്ങനെ പീഡനം, ഒരുപാട് ഇഷ്യൂസ് വന്ന് അവർക്ക് ഒരുപാട് എന്താ പറയുക, വളരെ മോശമായ രീതിയിൽ അമ്മക്ക് ബാധിച്ച്. അങ്ങനെ ലാലേട്ടന് വളരെ രീതിയിൽ സങ്കടം വന്ന് അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞ് പിന്നീട് വന്ന ഒരു സംഘടനയാണ് ഈ സ്ത്രീകളെ നേതൃത്വത്തിലുള്ള ശ്വേതാമേനൻ പ്രസിഡൻറ്റ്, കുക്കു പരമേശ്വരൻ സെക്രട്ടറി, അങ്ങനെ ഒരുപാട് ആളുകൾ വന്നതിന്. പക്ഷെ ആ ഒരു സംഘടനയ്ക്ക് ഒരുപാട് എന്താ പറയുക നെഗറ്റിവിറ്റി വന്നു. അവരെ കണക്ക് ബോധിപ്പിക്കൽ ഒരു കൃത്യതയില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇന്നത്തെ ന്യൂജനായ ദുൽഖറില്ല, പൃഥ്വിരാജില്ല, നെസ്ലിനില്ല, ഇവരാരും പങ്കെടുക്കുന്നില്ല, ഒരുപാട് കാലമായിട്ട് പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഇവർക്കൊക്കെ എന്താ വെച്ചാൽ ഈ സംഘടന ഇങ്ങനെ ഒരുപാട് മോശങ്ങൾ കേൾക്കുമ്പോൾ അവരൊക്കെ ഈ പുറത്തുനിന്ന് അവർക്ക് വളരെ രീതിയിലുള്ള ഒരു എന്താ പറയുക നെഗറ്റീവ് അവർക്ക് ബാധിക്കുന്നതുകൊണ്ട് അവർ ഇതിലൊന്നും പങ്കെടുക്കാതെ. അതുകൊണ്ടൊക്കെ തന്നെ മമ്മൂക്ക സ്ഥാനമാനങ്ങൾ ഒഴിഞ്ഞ് അദ്ദേഹം പിന്നെ മണിയമ്പിള്ള രാജു പറഞ്ഞെന്താ വെച്ചാൽ മമ്മൂക്ക ഇതിൽ വരുന്നില്ലെങ്കിൽ കൂടി മമ്മൂക്ക ഇതിൽ നിന്നും ഒഴിഞ്ഞു പോയതല്ല. കാരണം അദ്ദേഹം എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിക്കും. ഒരു സജഷൻ അദ്ദേഹത്തോട് ചോദിക്കാതെ ലാലേട്ടൻ എന്തായാലും മമ്മൂക്കയുടെ ഒരു സജഷൻ ചോദിക്കും, ഇച്ചാക്ക് അങ്ങനെ സംഭവം ചെയ്യുന്നുണ്ട്, ഓക്കെ ആണോ നിങ്ങൾക്ക് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന് ശേഷമാണ് നമ്മളൊക്കെ കമ്മിറ്റിയിൽ തീരുമാനം. കാരണം അദ്ദേഹം ഒരു വലിയ ഏട്ടനാണ്, അദ്ദേഹം ഒരു എന്താ നമ്മളൊക്കെ ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കണം. അദ്ദേഹത്തോട് ചോദിക്കാൻ നമ്മളൊന്നും ചെയ്യാറില്ല. അദ്ദേഹത്തിന് എല്ലാതുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങളോട് താല്പര്യമില്ല എന്നാണ് മണിയമ്പിള്ള രാജു പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഇപ്പോൾ അദ്ദേഹത്തോട് ഈ അടുത്ത് അദ്ദേഹം
ത്തോട് ചാനലുകാരൻ ചോദിച്ചു അമ്മയുടെ ഇഷ്യൂ, അതൊക്കെ ചെറിയ ഇഷ്യൂ. കാരണം ശരിയാണ്, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഈ കുട്ടികൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അവനെ തല്ലി ഇവനെ തല്ലി പറഞ്ഞിട്ട് ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ പറയും. അതുപോലെ സില്ലി കാര്യങ്ങൾ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി പറയുമ്പോൾ ഇവർ മമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുമ്പോൾ അവർ 50 കൊല്ലമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സിനിമയിലും പൊതു മേഖലയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്, പണമായിട്ടല്ല മറ്റുള്ള രീതിയിലൊക്കെ. അതൊന്നും ഇന്നലെ വന്ന ഈ ഏറാൻ മൂളികൾക്കൊന്നും അറിയില്ല. 1-2 സിനിമ ചെയ്ത ഞാൻ എന്തോ വലിയ ആളായെന്ന് വന്ന് ഇവിടെ ഈ കുത്തിയിരിക്കുന്ന ഈ ടീമിനെ അറിയാത്തത് കൊണ്ടാണ് എന്നാൽ ഇവർ ചെയ്യട്ടെ എന്ന രീതിയിൽ മാറി. പക്ഷേ മമ്മൂക്ക ലാലേട്ടൻ സുരേഷ് ഗോപി ഉള്ളിടത്തോളം കാലം അമ്മ എന്ന സംഘടന ഒരിക്കലും താഴെ പോവില്ല. അവരെന്തായാലും ഇതിൽ ഒരു തീരുമാനം എടുക്കും. അവർ ഏതുവരെ പോകുന്നുള്ള ഒരു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവർക്ക് മീതെ എന്തായാലും ഈ ഏറാൻ മൂളികളൊന്നും വന്നിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇവരൊക്കെ ഇൻഡസ്ട്രിയിൽ കൊടുന്ന ആളുകളാണ് ഇവരൊക്കെ. ഇന്നും ഈ മമ്മൂക്ക ലാലേട്ടൻ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ ഇവർക്ക് ചിലപ്പോൾ സിനിമ ഇല്ലാത്ത രീതിയിലാവും. അപ്പോൾ അതുകൊണ്ട് അവർ മാക്സിമം ഇതൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ കൊണ്ടുപോയാൽ അവർക്ക് നന്നു. അമ്മ സംഘടന ഒരിക്കലും തകരാൻ പോകുന്നില്ല. കാരണം മമ്മൂക്ക ലാലേട്ടനൊക്കെ വരും. അദ്ദേഹം ഈ ഒറ്റ ഇഷ്യൂ കൊണ്ട് മാത്രം അദ്ദേഹം ഒന്നും മാറുക. എന്തായാലും അധികം വൈകാതെ അദ്ദേഹം ഇതിൽ വരട്ടെ. അതുപോലെ തന്നെ ലാലേട്ടനൊക്കെ ആ ഒരു മിങ്കിൾ ചെയ്ത പഴയ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉഷാറായി വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.